ചേട്ടൻ ഇതുവരെ ഇറങ്ങിയില്ലേ? എനിക്കൊരുങ്ങിയാ തീരില്ലെന്നല്ലേ എപ്പോഴും വഴക്ക്. എന്നിട്ടിപ്പോ നിന്റെ കൂടെ വരികയല്ലേ, അപ്പൊ ആ ഗമയൊക്കെ വേണ്ടേ? ആ ഗമയം കാണിച്ചോണ്ട് നിന്നോ. അപ്പോഴേക്ക് അമ്പലം അടച്ച് പൂജാരി സ്ഥലം വിടും. ഇനി ഈ പതിവ് തുടർന്നാൽ പറ്റില്ലല്ലോ. എന്ത് പതിവ്? ഓരോ പിറന്നാളിനും നിന്റെ കൂടെ അമ്പലത്തിൽ വരണമെന്ന പതിവ്. പിന്നെ ഞാൻ തനിച്ചു പോവാനോ? ആഹാ, മറ്റെല്ലാ ദിവസവും ഞാൻ കൂട്ടുവന്നിട്ടാണോ നീ പോകുന്നത്? അതല്ല, പക്ഷേ പെരുന്നാളിന് ഇതൊരു പതിവായിപ്പോയി. അച്ഛനോടൊത്ത് പോയ ഓർമ്മയില്ല. അമ്മയുടെ കൂടെ പോയൊരു ഓർമ്മയുണ്ട്. പിന്നെ ചേട്ടനായിരുന്നു എല്ലാ വർഷവും. നിന്നെ തനിച്ചു വിടാനൊന്നും അല്ല എന്റെ പ്ലാൻ. കാണാൻ കൊള്ളാവുന്ന നല്ലവനായ ഒരു ചെറുപ്പക്കാരനെ കണ്ടുപിടിച്ച് കൂടെ വിട്ടുതരാനാണ് പരിപാടി. ഈ ചേട്ടൻ ഞാൻ പോണു. എല്ലു പറയട്ടെ, അന്ന് പിന്നെ ഞാൻ കൂടെ വരാന്ന് പറഞ്ഞാലും നീ സമ്മതിക്കില്ല. ആരാ നോക്ക്. മിസ്റ്റർ രാമു ഉണ്ട്, വിളിക്കാം. മാത്യു സാർ തന്നയച്ചാണ്. മാത്യു സാർ പറഞ്ഞിരുന്നു. നിങ്ങൾ എത്ര പേരുണ്ട്? ഇരിക്കെ. താങ്ക്സ്. തൽക്കാലം ഞാൻ മാത്രമേ ഉള്ളൂ. അടുത്ത മാസം അമ്മയും പെങ്ങളും എത്തും. വാടകയൊക്കെ സാറ് പറഞ്ഞിരിക്കല്ലോ. പറഞ്ഞു. അതെത്രയായാലും എനിക്ക് വിരോധമില്ല. ഞങ്ങൾ ഇതുവരെ മറ്റാർക്കും വാടകയ്ക്ക് കൊടുത്തിട്ടില്ല. ഇവിടെയാണെങ്കിൽ ഞാനും എന്റെ സഹോദരി മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇത്രയും സ്ഥലത്തിന്റെ ആവശ്യമില്ല. മാത്രമല്ല, ഒരു സ്ഥിരം വരുമാനമായല്ലോ. ആ രാധേ, എന്താ ചേട്ടാ? വടക്കേപ്പുരയുടെ താക്കോലും കിടക്കും. പിന്നെ കറണ്ട് ചാർജ് പ്രത്യേകം തരേണ്ടി വരും. അതിനെന്താ? ആ, എന്താ ജോലി എന്ന് പറഞ്ഞില്ല? മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്. വായു നോട്ടവും ഡോക്ടർമാരെ ചാക്കിടും. ഇതാ. എന്നു മുതൽക്കാണ് താമസാകുന്നത്? ഇന്ന് മുതൽക്ക് തന്നെ ആയിക്കോട്ടെ. തൽക്കാലം തനിച്ചായതുകൊണ്ട് വലിയ ലഗേജ് ഒന്നുമില്ല. വെറുതെ എന്തിനാ ലോഡ്ജിൽ വാടക കൊടുക്കുന്നു? അവിവാഹിതനാണെങ്കിലും കാശൊക്കെ വളരെ സൂക്ഷിച്ചേ ചെലവാക്കുള്ളൂ കേട്ടോ. വരും, സ്ഥലം കാണിച്ചു തരാം.